നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പെട്ടെന്നൊരു ആലോചന? ഓ, പാർവതി ജയിച്ചതിന്റെ സന്തോഷം എങ്ങനെ ആഘോഷിക്കണമെന്നായിരിക്കും അല്ലേ? ജയിച്ചു എന്ന് പറയാറായിട്ടില്ല പ്രതാപ. ആര് പറഞ്ഞു ജയിച്ചില്ലാന്ന്? അവള് വേണ്ടാന്ന് പറഞ്ഞ കാര്യം നമ്മൾ നടത്തുന്ന അടിവരയിട്ട് പറഞ്ഞപ്പോ അവളുടെ മിണ്ടാട്ടം മുട്ടിയത് ചേച്ചിയും കണ്ടതല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ അവളുടെ എല്ലാമായ വിശാലിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് അവള് പറയണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ടാവും. അതെന്തായിരിക്കും? അതവള് പറഞ്ഞല്ലോ. അളിയൻ കാലന്റെ വരവും കാത്തു കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷം വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് പ്രതാപ. ഗോപിയേട്ടനല്ല അവളുടെ പ്രശ്നം. അതിലും വലുതായ എന്തോ ഒന്ന്. അത് നമുക്കറിയണം. അല്ല, അതിന് ചേച്ചി അവളെ പിടിച്ചെന്ന് വരട്ടിയ പോരെ? തത്ത പറയുമ്പോൾ അവള് കാര്യം പറയില്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അവളൊന്നും വിട്ടു പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. വല്ലാത്ത ചങ്കുറപ്പുള്ളവളാ പാർവതി. ഇനി അവളോട് ഇടപെടുന്നത് കരുതി വേണം. ആ ഒരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ടെന്റെ മുഖത്തേക്ക് നേരെ നോക്കാത്തവള് ഇപ്പൊ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചു തുടങ്ങി. ഇതിന്റെ പിന്നിൽ മറ്റാരും ഉണ്ട് പ്രതാപ. അത് വിശാൽ മാത്രമല്ല, മറ്റാരോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ആ തോന്നൽ ശരിവെക്കുന്ന തരത്തിലാ കാര്യങ്ങളുടെ പോക്ക്. അതൊക്കെ ചേച്ചിയുടെ ഉത്ഭയം കൊണ്ട് തോന്നുന്നതായിരിക്കും. ഇവിടെ ആരെ നമ്മളെ ഫോളോ ചെയ്യാൻ? അങ്ങനെ ഒരാളുടെ നിഴല് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിഴലില്ലാത്ത പ്രേതാത്മാക്കളാണെങ്കിലോ? അവള് പറയുന്നത് പോലെ ഗായത്രി ദേവിയാണെങ്കിലോ? ചേച്ചി നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ പെട്ടെന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു. എന്റെ ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ചേച്ചി വിചാരിക്കുന്ന പോലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ കാര്യം. ചേച്ചി ആരാ? ഈ കാട്ടിലെ പുലിയല്ലേ? ബാക്കി എല്ലാവരും ചേച്ചിക്ക് കടിച്ചു കയറി തിന്നാനുള്ള മാൻപേടകളല്ലേ? പ്രതാപ, മാൻപേടകൾക്കും ദൈവം കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൊമ്പ് കൊണ്ടൊരു കുത്ത് കിട്ടിയാൽ ഏത് പുലിയും വയറ് കീറി ചാവും. അതുകൊണ്ട് ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാ. അവൻ ആരായാലും എന്റെ മുമ്പിൽ തന്നെ വന്ന് പെടും. അവന്റെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. എന്റെ കുടുംബവും എന്റെ ജീവിതവും നശിപ്പിച്ച രാക്ഷസി എന്റെ മക്കളുടെ മനസ്സിൽ വിഷം കയറ്റി എന്നിൽ നിന്നും അവരെ നീ അകറ്റി. എന്നിട്ടെന്നെ ജയിലിലുമാക്കി. എല്ലാത്തിനും കണക്ക് പറഞ്ഞ് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യൂടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.